പ്രഗ്നൻസി ആൻഡ് ഡയബറ്റീസ് റൂൾ ഓഫ് 5. ഫസ്റ്റ്, ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററിയിൽ അവിടെ വീട്ടില് ഫാദർ, മദർ, ഒരു കസിൻസിന് പ്രമേഹത്തിന്റെ ഹിസ്റ്ററി ഉണ്ട്. ആദ്യത്തെ ഡെലിവറിയിൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊച്ചിന്റെ വെയിറ്റ് 4 കിലോയിൽ കൂടുതലാണോ, ഏതെങ്കിലും കൊച്ചു വയറ്റിൽ കിടന്ന് മരിച്ചു പോവുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ, ഞാൻ ഡീറ്റെയിൽ ഒരു ഹിസ്റ്ററി എടുക്കും. 2, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക. ഒന്നും കഴിക്കാതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും 3 കഴിഞ്ഞ കൃത്യം 2 മണിക്കൂറിന്റെ ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യുക. അതുപോലെ ഹീമോഗ്ലോബിൻ A1C ഫാസ്റ്റിംഗ് നോർമലി should be less than 90. That PPBS should be less than 120. ഹീമോഗ്ലോബിൻ A1C should be less than 6. ആറ് കുറഞ്ഞിരിക്കണം. അതിൽ കൂടുതലാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മോർ ദാൻ 120, 2 hour PPBS മോർ ദാൻ 200, ഹീമോഗ്ലോബിൻ A1C മോർ ദാൻ 6 ആണെങ്കിൽ അവർക്ക് ഡയബറ്റീസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ തന്നെ എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് അതിന്റെ അഡ്വൈസ് നേടേണ്ടതാണ്. പിന്നെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും 3 മാസം കൂടുമ്പോൾ ഓറൽ 75 gram EGT ചെയ്യണം. അതിന്റെ വാല്യൂ നോർമലി ആണോ അത് കൂടുതലാണെങ്കിൽ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഷുഗർ ലെവൽ, ഡയറ്റ്, എക്സർസൈസ്, ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജന്റ്സ് ആൻഡ് ഇൻസുലിൻ. ഇൻ ബിറ്റ്വീൻ നമ്മൾ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ അനുസരിച്ച് ഓൾവേസ് കീപ് ദ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെസ് ദാൻ 90 ആൻഡ് 2 hour PPBS ലെസ് ദാൻ 120. ആന്റിനേറ്റൽ ചെക്കപ്പ് ഫ്രീക്വന്റ് ആയിട്ടും സാധാരണയിൽ കൂടുതലായിട്ട് ഡോക്ടർ പറയുന്ന പോലെ ചെയ്യുകയും റിപ്പീറ്റഡ് ആയിട്ട് സ്കാനിങ്ങും അതർ ഇൻവെസ്റ്റിഗേഷനും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി ഡയബറ്റീസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ അമ്മയ്ക്ക് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം, കുഞ്ഞിന് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം. അമ്മയ്ക്ക് ഇപ്പോൾ ഒബിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് പറഞ്ഞു ഒരു കോസ് ആണ് ഒബിസിറ്റി. ഹിസ്റ്ററി ഓഫ് അബോർഷൻ, റിക്കറന്റ് അബോർഷൻസിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതെല്ലാം സ്കാനിങ് ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ ഡയബറ്റീസിന്റെ കൂടെ തന്നെ അവർക്ക് പ്രഗ്നൻസിയിൽ BP ഉണ്ടാകും, ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ, അല്ലെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻസ്, വജിനൽ ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞിനെ ചുറ്റിയുള്ള വെള്ളം കൂടാനും അതുപോലെ തന്നെ കുറയാനും ചാൻസ് ഉണ്ട്. ഹൈഡ്രാമിനോസ് എന്ന് പറയുന്നത് പോളി ഹൈഡ്രാമിനോസ് എന്ന് പറയും. ഇപ്പം കുഞ്ഞിന്റെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ സൈസ് വളരെ കൂടുതലാണ്. ഇപ്പം ഓവർ വെയിറ്റ് ആയിട്ട് വരാം, 4 കിലോയിൽ കൂടുതലായിട്ട് കുഞ്ഞിന്റെ വെയിറ്റ് വരാം, കുഞ്ഞിന് അബ്നോർമൽ പ്രസന്റേഷൻ വരാം, വെള്ളം കൂടുതലുള്ളതുകൊണ്ട് വിലങ്ങനെ കിടക്കാം, ബ്രീച്ച് ആയിട്ട് വരാം, പ്രഷർ കൂടെ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം വരാം, ഇൻഫെക്ഷൻസ് എല്ലാം വരാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഡെലിവറിക്ക് വെക്കുകയാണെങ്കിൽ ഡെലിവറി സമയത്ത് ബിഗ് ബേബി ആയതുകൊണ്ട് കൊച്ചിന്റെ ഷോൾഡർ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഷോൾഡർ ഡിസ്റ്റോഷ്യ വരാം, ബെർത്ത് ഇഞ്ചുറീസ് വരാം, അതുപോലെ തന്നെ അമ്മയ്ക്ക് പെരിനിയൽ ടയർ വരാം, അവിടെയൊക്കെ ഇഞ്ചുറീസ് വരാം, റെക്ടൽ ഇഞ്ചുറി വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞാണെങ്കിലും PPH ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുങ്ങാനുള്ള കുറവാണ്, സെപ്റ്റിസീമിയ വരാം, ഇൻഫെക്ഷൻസ് വരാം, യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. കുഞ്ഞിനാണെങ്കിലും ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അവരെ ഒബ്സർവേഷനിൽ വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് 6 വീക്സിലും 6 മന്ത്സിലും നമ്മൾ GTT ചെയ്ത് ഡയബറ്റീസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്, ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്, ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാതിരിക്കാനായിട്ട്. താങ്ക് യു.